27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണവും ഊർജ്ജസ്വലവുമായ നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ ജ്യോതിഷ പണ്ഡിതന്മാർ നിസ്സംശയം പറയുന്ന പേരാണ് ഭരണി. ശുക്രൻ അധിപനായ മേടം രാശിയിൽ ഉൾപ്പെടുന്ന ഭരണി നക്ഷത്രക്കാർ പൊതുവെ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തവരും ലക്ഷ്യബോധമുള്ളവരുമാണ്. ധരണി ഭരിക്കും ഭരണി എന്ന ചൊല്ല് വെറുതെയുണ്ടായതല്ല. ഭരിക്കാനും നയിക്കാനും ആജ്ഞാപിക്കാനുമുള്ള കരുത്ത് ഈ നക്ഷത്ര ജാതകരുടെ രക്തത്തിലുണ്ട്. എന്നാൽ 2026 മാർച്ച് മാസത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ പ്രപഞ്ചം വലിയൊരു തിരക്കഥയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ സമ്പാദ്യവും ചെലവും കേവലം അധ്വാനത്തിന്റെ ബലം മാത്രമല്ല, മറിച്ച് ആകാശമണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെ വിന്യാസത്തിന്റേത് കൂടിയാണ്. സാമ്പത്തികമായി ഒരു വശത്ത് വലിയ ഭാഗ്യങ്ങൾ കാത്തിരിക്കുമ്പോൾ മറുവശത്ത് കരുതിയിരിക്കേണ്ട ചില പടുകുഴികളും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് എന്നത് കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, അത് ഒരു സാമ്പത്തിക പരീക്ഷണശാലയാണ്. രാഹു 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് അപ്രതീക്ഷിത ധനലബ്ധിക്ക് കാരണമാകുമ്പോൾ 12ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം നിങ്ങൾ സമ്പാദിക്കുന്ന പണം എങ്ങനെ ചെലവാകുന്നു എന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഈ ഗ്രഹയുദ്ധത്തിനിടയിൽ നിങ്ങളുടെ പേഴ്സും ബാങ്ക് ബാലൻസും എങ്ങനെ സുരക്ഷിതമാക്കാമെന്നതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന ശുക്രന്റെ മക്കളായ ഭരണി നക്ഷത്രക്കാർക്ക് ആഡംബരങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ഈ മാസം അനുകൂലമായ പല അവസരങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ പണം വരുന്നത് വൻതോതിലാണെങ്കിൽ അതൊഴുകിപ്പോകുന്നത് അതിലും വലിയ വേഗത്തിലാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. സാമ്പത്തിക ആസൂത്രണം എന്ന വാക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള മാസമായിരിക്കും ഇത്. നിക്ഷേപങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണോ? കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുമോ? പുതിയ ബിസിനസ് സംരംഭങ്ങൾ ലാഭകരമാകുമോ? അതോ തൽക്കാലം മാറി നിൽക്കുന്നതാണോ ബുദ്ധി? ഇത്തരം 100 ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമാണ് വരാനിരിക്കുന്ന കാലഘട്ടം. ഈ മാസം നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രന്റെ സ്ഥാനം നിങ്ങൾക്ക് കലാപരമായ കഴിവിൽ നിന്നും വിദേശ ബന്ധങ്ങളിൽ നിന്നും ധനസമ്പാദനത്തിന് വഴി തുറക്കും. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിനയം കൈവിടാതെയും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയും നീങ്ങിയാൽ 2026 മാർച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും. ഭരണി നക്ഷത്രക്കാരായ തൊഴിലന്വേഷകർക്കും പ്രവാസികൾക്കും കച്ചവടക്കാർക്കും വീട്ടമ്മമാർക്കും ഒരേപോലെ ഉപകരിക്കുന്ന രീതിയിൽ ഓരോ മേഖലയെയും തരംതിരിച്ച് വിശദമായ സാമ്പത്തിക അവലോകനത്തിലേക്ക് നമുക്ക് കടക്കാം. വരാനിരിക്കുന്ന 31 ദിവസങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെ മാറ്റിമറിക്കുമെന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. മാർച്ച് മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കകൾക്ക് സ്ഥാനമില്ല. പതിവ് ശമ്പളത്തിനു പുറമെ മറ്റു പല സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് ക്ലെയിമുകൾ, പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്ത് എന്നിവയിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നവർക്കോ ഫ്രീലാൻസ് മേഖലയിലുള്ളവർക്കോ ഈ മാസം ഇരട്ടി വരുമാനം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ ശമ്പള വർധനവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക തുകകൾ ലഭിക്കാനോ ഇൻസെന്റീവ് ലഭിക്കാനോ സാഹചര്യമുണ്ടാകും. വിദേശ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ സാധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. വിദേശ യാത്രകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ രേഖകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം സമ്മിശ്രമായിരിക്കും. പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണം. സിനിമ, പരസ്യം, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാനും വലിയ ലാഭം കൊയ്യാനും ഈ മാസം സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ 2ാം പകുതിയായിരിക്കും കൂടുതൽ അനുയോജ്യം. അമിത ലാഭം പ്രതീക്ഷിച്ചുള്ള ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ റിസ്ക് ഏറ്റെടുക്കാൻ മടിയില്ലാത്തവരാണ്. 2026 മാർച്ചിൽ നിങ്ങളുടെ നിക്ഷേപ ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. രാഹുവിന്റെ ശുഭസ്ഥാനം ഓഹരി വിപണിയിൽ നിന്ന് ലാഭം നൽകുമെങ്കിലും ശനി നിങ്ങളെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ഇൻട്രാഡേ ട്രേഡിംഗിൽ വലിയ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ഭാവിയിൽ ഇത് വലിയൊരു സമ്പാദ്യമായി മാറും. ചിട്ടയായ നിക്ഷേപ പദ്ധതികൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർച്ച് 2ാം വാരം അനുകൂലമാണ്. ഭൂമി ഇടപാടുകളിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യാൻ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. ലോൺ അപേക്ഷകൾ പെട്ടെന്ന് അംഗീകരിക്കപ്പെടും. ഏറെ നാളായി വിൽക്കാൻ കഴിയാതെ കിടന്ന വസ്തുവകകൾ മാർച്ചിൽ ന്യായമായ വിലയ്ക്ക് വിറ്റുപോയേക്കാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സഹായിക്കും.
എങ്കിലും പ്രമാണം എഴുതുമ്പോഴും പണം കൈമാറുമ്പോഴും ചതിക്കുഴികളിൽ വീഴാതെ നോക്കണം. കുടുംബാംഗങ്ങളുടെയോ സ്വന്തം തന്നെയോ ആരോഗ്യകാര്യങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. മുൻകരുതലുകൾ എന്ന നിലയിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് സാമ്പത്തിക ആഘാതം കുറയ്ക്കും. വാഹനങ്ങൾ മോടി പിടിപ്പിക്കാനോ വീട് നവീകരിക്കാനോ പണം ചെലവാകും. അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ മാസാന്ത്യത്തിൽ കടം വാങ്ങേണ്ടി വന്നേക്കാം. തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ആയി പണം ചെലവഴിക്കും. ഇത് മനസമാധാനം നൽകുമെങ്കിലും ബജറ്റ് തെറ്റിക്കാതെ നോക്കണം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇത് സന്തോഷം നൽകുമെങ്കിലും സാമ്പത്തികമായി ചില വെല്ലുവിളികൾ ഉയർത്താം. മക്കളുടെയോ സഹോദരങ്ങളുടെയോ വിവാഹ ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്തേണ്ടി വരും. മുൻകൂട്ടിയുള്ള ആസൂത്രണം ഉണ്ടെങ്കിൽ ഇത് വലിയ ബാധ്യതയാകില്ല. പഴയ കടങ്ങൾ വീട്ടാൻ ഈ മാസം അനുകൂലമാണ്. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുക കടം കൊടുക്കുന്നതോ ഈ മാസം ഒഴിവാക്കണം. കൊടുത്ത പണം തിരികെ ലഭിക്കാൻ താമസമെടുക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കുന്നത് ഉപരിപഠനം സുഗമമാക്കും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിക്കും. ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനോ ചിട്ടികളിൽ ചേരാനോ ഇവർക്ക് സാധിക്കും. കുടുംബ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്നതിൽ ഇവർ വിജയിക്കും. ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. പാസ്വേഡുകൾ പങ്കുവെക്കാതിരിക്കുക. ടാക്സ് റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളിലെ നിയമലംഘനങ്ങൾ വലിയ പിഴകൾക്ക് കാരണമാകാം. പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് നിയമവിദഗ്ധരുടെ ഉപദേശം തേടുക. ആഴ്ച തിരിച്ചുള്ള സാമ്പത്തിക വിശകലനം നോക്കുമ്പോൾ മാർച്ച് 1-ാം വാരം സാമ്പത്തികമായി മിതമായ സമയമാണ്. വരുമാനം പ്രതീക്ഷിച്ച പോലെ എത്തും. കുടുംബ ആവശ്യങ്ങൾക്കായി പണം ചെലവാകും. 2-ാമത്തെ ആഴ്ച തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ധാരണ ലഭിക്കും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും. 3-ാം വാരം ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായേക്കാം. യാത്രാ ചെലവുകൾ വർദ്ധിക്കും. ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. മാസാവസാനം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഭരണി നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക അഭിവൃദ്ധി നൽകും. ശനിദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി നടത്തുക. പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നത് വിരയശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ജാതക പ്രകാരം അനുയോജ്യമെങ്കിൽ വജ്രമോ വെളുത്ത പുഷ്യരാഗമോ ധരിക്കുന്നത് ശുക്രന്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത് നിങ്ങൾക്ക് പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നൽകും. കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം നേടാൻ അവസരം ലഭിക്കും. ഓൺലൈൻ ബിസിനസ്സുകൾ, ബ്ലോഗിംഗ്, യൂട്യൂബ് ചാനലുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ കലാപരമായ ഉള്ളടക്കങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും. എഴുത്ത്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, അധ്യാപനം, കൺസൾട്ടിംഗ് തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. 2026 മാർച്ച് മാസം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അവസരങ്ങളുടെയും വെല്ലുവിളികളുടെയും മാസമാണ്. രാഹു നൽകുന്ന ലാഭവും ശനി നൽകുന്ന ചെലവും തുലനം ചെയ്തുകൊണ്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കി നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഈ മാസം വലിയൊരു സാമ്പത്തിക അടത്തറവാകാൻ നിങ്ങൾക്ക് കഴിയും. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക. ഗ്രഹനിലകൾ അനുകൂലമാക്കാൻ പ്രാർത്ഥനകളും കർമ്മശുദ്ധിയും ഒപ്പം കൂട്ടുക. നിങ്ങളുടെ സാമ്പത്തിക ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.